അടിമാലി എസൻവടി സ്വദേശിനിയായ വീട്ടമ്മ അർബുദ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു. കളരിക്കൽ വീട്ടിൽ സന്തോഷിന്റെ ഭാര്യ ഉഷ സന്തോഷാണ് അർബുദ രോഗബാധയെ തുടർന്ന് തുടർ ചികിത്സയ്ക്കായി കരുണവറ്റാത്ത മനസ്സുകളുടെ സഹായം തേടുന്നത്. ഉഷയെ സഹായിക്കാൻ അടിമാലിയിൽ ഉഷ ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. 4.5 വർഷം മുമ്പാണ് 47-കാരിയായ ഉഷയുടെ അർബുദ രോഗബാധ തിരിച്ചറിയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ഉഷയുടെ ചികിത്സ നടന്നുവരുന്നത്. എന്നാൽ തുടർ ചികിത്സയ്ക്കായി കൂടുതൽ ചികിത്സാ സൗകര്യങ്ങളുള്ളയിടത്തേക്ക് ഉഷയെ മാറ്റേണ്ടതുണ്ടെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. സാമ്പത്തിക പരാധീനതകൾക്കിടയിലൂടെ കടന്നുപോകുന്ന ഉഷയുടെ കുടുംബത്തിന് തനിച്ച് ഉഷയുടെ ചികിത്സയ്ക്കായി വേണ്ടുന്ന വലിയ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അടിമാലിയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ കൈകോർത്ത് ഉഷ ചികിത്സാ സഹായനിധിക്ക് രൂപം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, അടിമാലിയിൽ എന്താവശ്യം വന്നാലും ജനകീയ സമിതി കൂടുകയും അതോടൊപ്പം തന്നെ കൂടിയിട്ട് എല്ലാവരുടെയും സഹായത്തോടു കൂടി അത് നമുക്കിവിടെ വേണ്ടിയിരുന്നത് എല്ലാ ആളുകളെയും അറിയിച്ചിരുന്നു. വ്യാപാരികളും അതോടൊപ്പം തന്നെ മറ്റ് ക്ലബ്ബുകളും മറ്റ് സംഘടനകളും അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ അടിമാലിൽ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം അറിയിച്ചുകൊണ്ട് ഒരു ജനകീയ സമിതി കൂടി അവർക്ക് വേണ്ട എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജനകീയ സമിതി കൂടുതലാണ് നമ്മളിത് ആലോചിക്കുന്നത്. എത്രയും പെട്ടെന്നും നമുക്ക് ആളുകളുടെ അടുത്ത് എത്തുകയും ഇവരുടെ രോഗവിവരം അറിയിച്ചുകൊണ്ടൊരു പരസ്യം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും എല്ലാവരുടെയും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ആ ചേച്ചിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണമെന്ന് മാത്രം. ഒരു വാടകയ്ക്ക് അല്ല താമസിക്കുന്നത്, വാടകയ്ക്ക് താമസിച്ചിട്ട് അവിടെ വാടക പോലും കൊടുക്കാൻ നിർവാഹമില്ലാതെ ആ വീട്ടുകാർ നിരവധി കാലമാണ് വാടക കൊടുക്കാൻ നിർവാഹമില്ല മാറി താമസിക്കുമെന്ന് പറഞ്ഞപ്പോൾ അടിമാലി ടൗണിൽ തന്നെ ഉള്ള കുറേ ആളുകൾ കൂടി വാടകയില്ലാതെ അവർ കയ്യിൽ നിന്ന് പൈസ മുടക്കി പണയമായി ഒരു വീടെടുത്ത് കൊടുത്തു. അപ്പോൾ വാടക കൊടുക്കേണ്ട അവിടെ താമസിക്കാം. അപ്പോൾ അങ്ങനെ വളരെ സഹായം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ അടിയന്തരമായി നമുക്ക് 8 ലക്ഷം രൂപയെങ്കിലും കണ്ടെത്തണം. അപ്പോൾ ഏത് മാർഗം സ്വീകരിച്ചാണെങ്കിലും അത് കണ്ടെത്തിയേ പറ്റും. അടിമാലിയിലെ ചില സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാടകയ്ക്കെടുത്ത് നൽകിയ വീട്ടിലാണ് ഉഷയുടെയും കുടുംബത്തിന്റെയും ജീവിതം. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉഷ. കൂലിവേലക്കാരനായ ഉഷയുടെ ഭർത്താവ് സന്തോഷിന് സ്വരുക്കൂട്ടാവുന്നതിലും അപ്പുറത്താണ് ഉഷയുടെ ചികിത്സയ്ക്കായി വേണ്ടുന്ന തുക. ഈ സാഹചര്യത്തിലാണ് കുടുംബം സുമനസുകളുടെ സഹായം തേടുന്നത്. ഉഷയെയും കുടുംബത്തെയും സഹായിക്കാൻ താൽപര്യമുള്ള സുമനസുകൾക്ക് അടിമാലിയിലെ കാനറ ബാങ്ക് ശാഖയിൽ തുറന്നിട്ടുള്ള അക്കൗണ്ട് വഴി പണം നിക്ഷേപിക്കാവുന്നതാണ്. ഉഷ ചികിത്സാ സഹായനിധിയുടെ പ്രവർത്തനങ്ങളുമായി അടിമാലിയിലെ പൊതുപ്രവർത്തകരും മുമ്പോട്ടു പോകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.